വെൽക്കം ടു മൂവി ബ്രാൻഡ്. തന്റേതായ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുള്ള അഭിഭാഷകയാണ് സംഗീത ലക്ഷ്മണ. മോഹൻലാലിനെ രൂക്ഷമായ ഭാഷയെ വിമർശിച്ചുകൊണ്ടാണ് സംഗീത രംഗത്തെത്തിയിരുന്നത്. ഇപ്പോഴത്തെ തനിക്കെതിരെ വന്ന ഭീഷണി കോളുകളെക്കുറിച്ചും മറ്റും സംസാരിക്കുകയാണ് സംഗീത. സംഗീതയുടെ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ആസ്വാദന ശേഷിയുടെ നിലവാരം തരം താണതും വിമർശന ബുദ്ധി തീരെ ഇല്ലാത്തതുമായ ഒരു പ്രേക്ഷക സമൂഹം സിനിമ എന്ന കലയുടെ നാശത്തിന് മാത്രമാകും വഴിതെളിക്കുക. 1995 പുറത്തിറങ്ങിയ സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹാൻഡ്സ് ദാറ്റ് സീ എന്ന അമേരിക്കൻ സിനിമ പകർത്തി തയ്യാറാക്കി ഇറക്കിയ പുതിയ മോഹൻലാൽ ചിത്രം നേര് മികച്ച സിനിമയാണ് എന്ന് വിലയിരുത്തുന്നവർ സാരമായ മൂല്യക്ഷതിക്ക് കീഴടങ്ങിയവരാണ്. നേര് സിനിമയുമായി ബന്ധപ്പെട്ട് താൻ ചെയ്തതും പറഞ്ഞതും വഞ്ചനയാണ്, ചതിയാണ് എന്നത് തന്നെ താനാക്കിയ സിനിമാ പ്രേക്ഷകരോട് ഏറ്റുപറയാൻ, അതിന് ക്ഷമാപണം നടത്താൻ ജിത്തു ജോസഫ് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? അനാരോഗ്യകരമായ മാരകമായ ഈ പ്രവണത സിനിമ നിർമ്മിക്കുന്നവരും പുറത്തിറങ്ങുന്നവരും ആവർത്തിക്കാത്ത വിധം മാതൃകാപരമായി കൈകാര്യം ചെയ്യാൻ ആരും തന്നെ തയ്യാറാവാത്തത് ആരെ ഭയന്നിട്ടാണ്? നേര് സിനിമയുടെ പ്രീ റിലീസ് പ്രൊമോഷൻ പരിപാടികളിൽ മോഹൻലാലും സംഘവും പറഞ്ഞ അവകാശവാദങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കുക. അല്പം നിയമം അറിയുന്നവർക്ക് മനസ്സിലാവും, ആശീർവാദ് സിനിമാസിനും നേര് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുമെതിരെ ഏറ്റവും കുറഞ്ഞത് IPC 420 ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നത്. പ്രേക്ഷകന് തെറ്റായ വിവരങ്ങൾ നൽകിയും സത്യമായ വിവരങ്ങൾ മറച്ചുവെച്ചും പ്രേക്ഷകന്റെ പക്കലുള്ള പണം കൈവശപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും ആശീർവാദ് സിനിമാസ് വഞ്ചനയിലൂടെയും ചതിയിലൂടെയും നടത്തിയ പ്രവർത്തികൾക്കെതിരെ വേറെയും ശിക്ഷാ വകുപ്പുകൾ ബാധകമാണ്. ഇതിനോടകം 60 കോടി രൂപ സമാഹരിച്ചു എന്നാണ് വാർത്ത. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടയ്ക്കാൻ ആശീർവാദ് സിനിമാസ് തയ്യാറാവണം. അല്ലാത്ത പക്ഷം ക്രിസ്മസ് ആഘോഷത്തിന് പണമില്ലാതെ വലഞ്ഞ മറിയക്കുട്ടി ചേച്ചിയെ പോലുള്ളവർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യത്തിന് ഉപകാരവും വിധം ആ തുക പ്രയോജനപ്പെടുത്താവുന്നതാണ്. വീട്ടിലെ മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച തുകയിൽ നിന്ന് മാറ്റി ചെലവഴിച്ച് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടവർ തെളിവുമായി സമീപിച്ചാൽ ടിക്കറ്റ് തുക ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള റീഫണ്ട് മോഡ് വഴി തിരികെ നൽകാൻ ആശീർവാദ് സിനിമാസ് തയ്യാറാവണം. തന്നെ താനാക്കിയ മലയാള സിനിമാ പ്രേക്ഷകരോട് അത് ചെയ്യാൻ മോഹൻലാൽ തയ്യാറാവുമോ? അത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ ആശീർവാദ് സിനിമാസിനെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് 60 കോടി രൂപ കണ്ടുകെട്ടി ലീഗൽ സർവീസസ് അതോറിറ്റി ഫണ്ടിലേക്ക് അടയ്ക്കാൻ വേണ്ടുവെന്ന നിയമ നടപടികൾ ആരംഭിക്കാവുന്നതാണ്. അമേരിക്കൻ സിനിമയ്ക്ക് കോപ്പിറൈറ്റോ കടപ്പാടോ രേഖപ്പെടുത്താതെ ലോകം എമ്പാടുമുള്ള മലയാള ഇത്രമേൽ ഗുരുതരമായ വഞ്ചനയും ചതിയും മലയാള സിനിമാ പ്രേക്ഷകരോട് ചെയ്ത മോഹൻലാലിനോടും ജിത്തു ജോസഫിനോടും എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ വിശദീകരണം തേടാത്തത്? മലയാള സിനിമാ ഫ്രറ്റേണിറ്റി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുഖം തിരിച്ചു നിൽക്കുന്നത്? എന്തൊരു നാടാണിത്? എന്തൊരു തരം മനുഷ്യരാണ് ഈ നാട്ടിലുള്ളത്? പിന്നാലെ തന്നെ വിളിച്ച് ശല്യം ചെയ്തവരുടെ ഫോൺ നമ്പർ അടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു സംഗീത പിന്നീട് പ്രതികരിച്ചത്. മേൽ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എന്നെ പച്ചത്തെറി വിളിക്കാനായി കോൾസ് വന്നിരുന്നു. മോഹൻലാൽ ഭക്തരാണ്, പക്ഷെങ്കിൽ ഞാൻ സൈബർ സെല്ലിൽ പരാതിയുമായിട്ടൊന്നും പോയില്ല. എന്തെന്നാൽ പാവങ്ങൾ പോലീസുകാർക്ക് ഇതൊരു തലവേദന പിടിച്ച് പുലിവാല് പിടിച്ച കേസാവും. കാരണം കോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് വിളിച്ചവൻ എന്നോട് പറഞ്ഞതിന്റെ 10 മടങ്ങ് തെറിയും അശ്ലീലവും കോൾ എടുത്ത ഞാൻ കോൾ വിളിച്ചവനോട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ നമ്പറുകൾ ഞാൻ ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയത് എന്തിനാണെന്നോ? കാരണം കറുത്ത വിഗും മുഖത്ത് 1.5 കിലോ പുട്ടിയുമില്ലാതെ തന്റെ പ്രേക്ഷകരെ നേരിൽ കാണാൻ ചങ്കൂറ്റമില്ലാത്ത മോഹൻലാലിന് വേണ്ടി എന്നോട് കുരയ്ക്കാൻ ഇത്രയും പേപ്പട്ടികളെ ഉള്ളല്ലോ. ഈ പാടത്രയും കഴിച്ചിട്ടും എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്നൊക്കെ വിടുവാ പറഞ്ഞിട്ട് എന്നോട് ഫോണിലൂടെയെങ്കിലും നേരിട്ട് പോരാടാൻ 1/2 ഡസൻ പോരാളികൾ പോലും തികയ്ക്കാനില്ലെന്നോ? അയ്യോ, കഷ്ടം തന്നെ, ഭയങ്കര കഷ്ടം തന്നെ. നന്നായിരുന്നു സംഗീത പറഞ്ഞത്.